എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ മീഷോയിൽ എങ്ങനെയാണ് പ്രോഡക്റ്റ് സെല് ചെയ്യുക എന്നാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ ക്ലോത്തിങ് ബ്രാൻഡ് ലോഞ്ച് ആവുന്നതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ റിയൽ ആയിട്ട് നമ്മുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് മീഷോയിൽ പ്രോഡക്റ്റ് സെല് ചെയ്യണം എന്നുള്ള ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തരേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് GST ഇല്ലാതെയോ അല്ലെങ്കിൽ കോമ്പോസിറ്റ് GST വെച്ചോ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് മീഷോ. അപ്പോൾ മീഷോ ഏറ്റവും ഫാസ്റ്റായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ ഓൺബോർഡ് ചെയ്യുന്ന സെല്ലേഴ്സിനെ ഓൺബോർഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങൾ റിയൽ ആയിട്ട് കൊമേഴ്സിൽ നിങ്ങളൊരു എംപയർ ബിൽഡ് ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ മീഷോയിൽ സെല് ചെയ്യുക എന്നുള്ളത് അത് ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് പഠിച്ചിരിക്കേണ്ടതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യമേ ഒരു ഓവർവ്യൂ തരാം. നമ്മൾ എന്തുകൊണ്ടാണ് മീഷോയിൽ സെല് ചെയ്യണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് പോകുന്നതെന്ന് പറയുന്നത് കാറ്റലോഗ്, അതായത് പ്രോഡക്റ്റിനെ ആഡ് ചെയ്യുക, ദെൻ നമ്മളതിനെ ക്വാളിറ്റി ചെക്കിന് കൊടുക്കുക, അതിനുശേഷം പ്രോഡക്റ്റ് സബ്മിറ്റ് ചെയ്ത് എന്നിട്ട് ഫൈനലായിട്ട് ലൈവായ പ്രോഡക്റ്റിനെ കാണിക്കുക. അപ്പോൾ ഈ പ്രോഡക്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ എങ്ങനെ തയ്യാറാക്കണം, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നെസസറി, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. ഇത് കൂടാതെ മീഷോന് അല്ലെങ്കിൽ ഈ ഒരു 30 മിനിറ്റുള്ള വീഡിയോ അല്ലെങ്കിൽ 20 മിനിറ്റുള്ള വീഡിയോ നിങ്ങൾ മീഷോയിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് സെല്ലറായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയില്ല എങ്കിൽ കൂടി നമ്മളൊരു ഫ്രീ കോഴ്സ് നമ്മുടെ ബിസിനസ് ഗ്രോത്ത് ക്ലബ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ തയ്യാറാക്കുന്നുണ്ട്, വൈകാതെ തന്നെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണ് നിങ്ങൾക്ക് ക്യാമ്പയിൻസിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ മീഷോയിൽ എങ്ങനെയാണ് ഒരുപാട് സെയിൽ വോളിയം ക്രിയേറ്റ് ചെയ്യുക. അപ്പം ആമസോണിനെ ഫ്ലിപ്കാർട്ടിനെ പോലെ അല്ല മീഷോയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അവർ കൂടുതൽ പ്രോഡക്റ്റിൻ്റെ സെയിൽ വോളിയമിലാണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണ് കൂടുതൽ മാസീവ് ഓർഡേഴ്സ് മീഷോന്ന് റിസീവ് ചെയ്യുന്നത്, നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഫ്രീ കോഴ്സായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കുന്നുണ്ട്. സോ അതിന് മുന്നേ നിങ്ങൾക്ക് ഒരു ബേസിക്, നിങ്ങൾ മീഷോയിൽ സെല് ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കൊമേഴ്സ് സ്ട്രാറ്റജിസ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ സ്വന്തം ബ്രാൻഡ് ബിൽഡ് ചെയ്യാനെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നതാണ് ഈ വീഡിയോയിലൂടെ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ മീഷോയുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ supplier.meesho.com വന്നു കഴിഞ്ഞാൽ ഹൗ ടു സെൽ ഓൺ മീഷോ എന്ന് പറഞ്ഞിട്ട് അവർ വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് GST അല്ലെങ്കിൽ നിങ്ങൾക്ക് GST നമ്പറോ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് GST ആണെങ്കിലോ, നിങ്ങളുടെ GST റെഗുലർ അല്ല GST രണ്ട് തരത്തിലാണ്, റെഗുലർ GST അല്ലെങ്കിൽ നമ്മൾ കോമ്പോസിറ്റ് GST എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോമ്പോസിറ്റ് GST ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇവിടെ മീഷോയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്നിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു ടൈം ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബിക്കം എ സെല്ലർ ഓൺ മീഷോ ഇൻ സിമ്പിൾ സ്റ്റെപ്സ്, 4 സിമ്പിൾ സ്റ്റെപ്പുകൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ ഒരു സ്റ്റാർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐഡിയും ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഈ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് കടക്കുന്നില്ല, ബിക്കോസ് ഞാൻ ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ GST എടുത്തിട്ടുണ്ട്. സോ എൻ്റെ ബ്രാൻഡിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ എന്ത് ചെയ്തു, അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. സോ ഞാൻ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ സപ്ലയർ പാനലിലോട്ട് കൊണ്ടുപോവാണ്. സോ അതിനായിട്ട് ഞാൻ സപ്ലയർ പാനലിൽ വരുന്നു. സപ്ലയറിൽ അപ്പോൾ നമ്മുടെ മിൻവേ എന്ന് പറയുന്ന സ്റ്റോർ കാണാം. ആക്ച്വലി ഞാൻ സ്റ്റോറിനെ റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് റേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ റീനെയിം ചെയ്തിട്ട് നമ്മുടെ ബ്രാൻഡ് നെയിം ആയിട്ടുള്ള കാപ്രിക്കോൺ ദ സീ ഗോട്ട് എന്ന് പറയുന്നതാണ് ഇനി സ്റ്റോറിന് നെയിം വയ്ക്കാൻ പോകുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഒരുപാട് സെറ്റിംഗ്സ് ഇവിടെ കാണുവാൻ സാധിക്കും. ഫസ്റ്റ് തന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഹോമിൽ വെൽക്കം മിൻവേ ഇങ്ങനെയുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും നിങ്ങൾ കാണുക. അതിനുശേഷം ഓർഡേഴ്സ്. സോ ഇന്നലെ ഞാൻ ഒരു പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിരുന്നു. അതിനൊരു ഓർഡർ വന്നിട്ടുണ്ട് രാവിലെ തന്നെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഡാഷ്ബോർഡിൽ കാണാൻ സാധിക്കും. ദെൻ നമുക്കിവിടെ റിട്ടേൺ വിൻഡോ എല്ലാം നമുക്കിവിടെയാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ എങ്ങനെയാണ് റിട്ടേൺസ് ഉണ്ടോ, മറ്റു കാര്യങ്ങളുണ്ടോ, കൊറിയർ പാർട്ട്ണർ, അങ്ങനെ A to Z ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയാണ് നമ്മൾ കാണുന്നത്. പ്രൈസിങ്ങിനും ബാർകോഡ് പാക്കേജിങ്ങിനും അല്ലെങ്കിൽ ക്ലെയിംസ്, ഇൻവെൻറ്ററി, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇതിലോട്ടൊന്നും പോകുന്നില്ല. ഫസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ വളരെ ബേസിക് ആയിട്ട് തുടങ്ങണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ മെയിനായിട്ട് പോകുന്നത് പ്രോഡക്റ്റ് എങ്ങനെ സെല് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിനായിട്ട് ഞാൻ ഇവിടെ കാറ്റലോഗ് അപ്ലോഡ്സിലാണ് എനിക്ക് പോകേണ്ടത്. കാറ്റലോഗ് അപ്ലോഡ്സിൽ പോകുമ്പോൾ ഇവിടെ നമുക്ക് ബൾക്കായിട്ട് പ്രോഡക്റ്റ് കാറ്റലോഗ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ സിംഗിളായിട്ട് പ്രോഡക്റ്റ് കാറ്റലോഗ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഡെഫിനറ്റ്ലി നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ സിംഗിളായിട്ട് പ്രോഡക്റ്റ് കാറ്റലോഗ് അപ്ലോഡ് ചെയ്യാനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ആഡ് സിംഗിൾ കാറ്റലോഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ സിംഗിൾ കാറ്റലോഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ഉടനെ നമുക്കൊരു ഡാഷ്ബോർഡ് ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മൾ കാറ്റഗറി ചൂസ് ചെയ്യണം. കാറ്റഗറി ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റ് ഏത്, ഇപ്പോൾ ഞാനാണെങ്കിൽ ഇതാണ്, ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന എൻ്റെ ഈ ബ്ലാക്ക് ടീഷർട്ടാണ്, ഞാൻ അത് ആക്റ്റീവ് വെയർ ആണ്, ഒരു സ്പോർട്സ് വിയർ ബ്രാൻഡാണ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ എനിക്ക് ആദ്യമേ അറിയാം എൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിലാണ് ഇരിക്കുന്നതെന്ന്. സോ ഡെഫിനറ്റ്ലി അപ്പോൾ നിങ്ങളും ഒരു പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കാറ്റഗറി അറിഞ്ഞിരിക്കുക. അത് കുറേ കൂടെ വിസിബിലിറ്റിക്കും മീഷോയിൽ കസ്റ്റമർ സെർച്ച് ചെയ്യുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി കിട്ടാനും കറക്റ്റായിട്ടുള്ള കാറ്റഗറിയിലാണ് നിങ്ങൾ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് സഹായകരമാവും. സോ നമ്മളിവിടെ മെൻസ് ഫാഷനിലാണ്, എൻ്റെ എന്ന് പറയുന്നത് മെൻസ് ക്ലോത്തിങ് ആണ് ഞാൻ ആദ്യം ലിസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് മെൻസ് കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റാണ്. സോ ഞാൻ ഫാഷനിൽ മെൻസ് ക്ലോത്തിങ് ചൂസ് ചെയ്യുന്നു. മെൻസ് ക്ലോത്തിങ് ഓപ്പൺ ആക്കി ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെൻസ് ടോപ്പ് വെയർ, മെൻസ് സ്പോർട്സ് വെയർ എന്നൊക്കെ ഒരുപാട് ഓപ്ഷൻ കാണാം.
അപ്പോൾ മെൻസ് സ്പോർട്സ് വെയർ ആണ് യഥാർത്ഥത്തിൽ എനിക്ക് വേണ്ടതെങ്കിലും പക്ഷേ മെൻസ് സ്പോർട്സ് വെയർ ഓപ്പൺ ആക്കുമ്പോഴേക്കും നമുക്ക് ആക്റ്റീവ് ഷോർട്സ്, ജിം വെസ്റ്റ്, ട്രാക്ക് സൂട്ട് എന്ന 3 ഓപ്ഷൻസ് കാണുന്നുള്ളൂ. അപ്പോൾ എന്താ ഞാൻ മെൻസ് ടോപ്പ് വെയറിലൊന്ന് നോക്കാം. ടോപ്പ് വെയറിൽ വരുമ്പോൾ ടീഷർട്ട്സ്, ഷർട്ട്സ്, ബോട്ടം എന്നിങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണുകയും ഇവിടെ ആക്റ്റീവ് ടീഷർട്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ആക്റ്റീവ് ടീഷർട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്പോർട്സ് ടീഷർട്ട്സിനെ അല്ലെങ്കിൽ ആക്റ്റീവ് വെയേഴ്സിൽ കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ ആക്റ്റീവ് ടീഷർട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് പ്രോഡക്റ്റ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഞാൻ ആഡ് പ്രോഡക്റ്റ് ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു. സോ ഞാൻ ഇന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ബ്ലാക്ക് ടീഷർട്ടാണ്. ഇതിൻ്റെ ഒരു ബ്ലൂ വേരിയൻ്റ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്നൊരു പ്രോഡക്റ്റ് ഇമേജ് ചൂസ് ചെയ്യുന്നു. ഞാൻ സിംഗിൾ ആയിട്ടാണ് ബൾക്കായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിംഗിൾ പ്രോഡക്റ്റ് ആണ് ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു, ദെൻ ഓപ്പൺ കൊടുക്കുന്നു. ഓപ്പൺ കൊടുത്ത ഉടനെ നമുക്ക് മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് ആഡ് ചെയ്യണോ അല്ലെങ്കിൽ സിംഗിൾ പ്രോഡക്റ്റ് ആഡ് ചെയ്യണോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഞാൻ മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം പ്രോഡക്റ്റ് നമ്മുടെ ബ്രാൻഡിൻ്റെ ലോഞ്ചിന് 2 പ്രോഡക്റ്റുകളാണ് ഞാൻ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരു പ്രോഡക്റ്റ് ഓൾറെഡി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഒറ്റ പ്രോഡക്റ്റാണ്. ഇവിടെ നിങ്ങൾ മൾട്ടിപ്പിൾ പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ ബ്ലാക്ക് ഷർട്ടും ആഡ് ചെയ്യണം, ബ്ലൂ ഷർട്ടും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ബ്ലൂ ആഡ് ചെയ്തതുപോലെ ആഡ് പ്രോഡക്റ്റ് കൊടുത്തതിന് ശേഷം വേറെ പ്രോഡക്റ്റ് ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ 3-4 ഇമേജസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം ഒരു സിംഗിൾ ഇമേജസ് മാത്രം ചൂസ് ചെയ്ത് കൊടുക്കുക, ദെൻ കണ്ടിന്യൂ. അപ്പോൾ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചൊരു 5 സെക്കൻഡ് ടൈം എടുക്കും. അപ്പോൾ കണ്ടിന്യൂ ഞാൻ കൊടുത്തു. എന്നിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് ഇവിടെ ഇനി ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഡേറ്റാസ് ഞാൻ ആദ്യമേ ഫില്ല് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആ ഡേറ്റാസ് നോക്കിയിട്ട് ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറ് ചെയ്യാമെന്നും കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട് GST എത്ര % പ്രോഡക്റ്റിൻ്റെ GST വരിക എന്നുള്ളത്. അപ്പോൾ ക്ലോത്തിങ്ങിനെല്ലാം 1000 രൂപയിൽ താഴെ വരുന്ന എല്ലാ പ്രോഡക്റ്റുകൾക്കും 5% GST ആണ് ഈടാക്കുക. അപ്പോൾ എനിക്കിവിടെ 5% ചൂസ് ചെയ്യാം. HSN കോഡ് കൊടുക്കുന്നുണ്ട്. HSN കോഡ് എന്താണെന്ന് നിങ്ങൾ ഇ കൊമേഴ്സിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. അറിഞ്ഞിരിക്കാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് പറയാം. HSN എന്ന് പറയുന്നത് ഹാർമണൈസ്ഡ് സിസ്റ്റം കോഡ് അല്ലെങ്കിൽ സിസ്റ്റം നോമൻക്ലേച്ചർ എന്നൊക്കെ പറയുന്ന HSN കോഡെന്നോ HSN എന്നോ നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കുകയാണെങ്കിൽ അതിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹാർമണൈസ്ഡ് സിസ്റ്റം നോമൻക്ലേച്ചർ എന്നാണ് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പേര് വരിക. എന്നിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റിൻ്റെ വെയിറ്റ്, പ്രോഡക്റ്റിൻ്റെ ID അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് പ്രോഡക്റ്റിൻ്റെ വെയിറ്റ് അറിഞ്ഞിരിക്കുക, പ്രോപ്പർ വെയിറ്റ് അറിഞ്ഞിരിക്കുക. ഇ കൊമേഴ്സിൽ ഓരോ ഗ്രാമും കൗണ്ടബിൾ ആണ് എന്ന് പറയുന്നതല്ലോ. പ്രോഡക്റ്റിൻ്റെ വെയിറ്റ് അറിഞ്ഞിരിക്കുക, പ്രോഡക്റ്റിൻ്റെ സൈസ്, എന്നിട്ട് അതിൻ്റെ കളറ്, ജനറിക് നെയിം, ഫാബ്രിക്, മറ്റ് ഫീച്ചേഴ്സ് എല്ലാം ചോദിക്കുന്നുണ്ട്. പാക്കർ ഡീറ്റെയിൽസ്, മാനുഫാക്ചറിൻ്റെ ഡീറ്റെയിൽസ്, പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ പാറ്റേൺ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തീർന്നു. ഇത്രയും ഞാൻ എൻ്റെ ഇ കൊമേഴ്സ് എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്. നിങ്ങൾക്ക് ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ സെല് ചെയ്യുന്നതിനെക്കാട്ടും ഫാർ ഈസിയാണ് പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ മീഷോയിൽ. ക്വാളിറ്റി ചെക്കും പെട്ടെന്ന് കംപ്ലീറ്റ് ആയി കിട്ടും. ആൻഡ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മീഷോയിൽ നമുക്ക് ഈസിയാണ് ഒരു സ്റ്റാർട്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇ കൊമേഴ്സ് മാർക്കറ്റ് പ്ലേസ് സീരീസിൽ ഫസ്റ്റ് ഞാൻ മീഷോനെ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം എൻ്റെ പ്രോഡക്റ്റുകൾ ഏറ്റവും കൂടുതൽ സെല് ചെയ്യാൻ ബെറ്റർ എന്ന് പറയുന്നത് ഞാൻ ബിലീവ് ചെയ്യുന്നത് നമ്മുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ് വെച്ചിട്ട് ആമസോൺ ആയിരിക്കും ബെറ്റർ എന്നാണ് നമ്മുടെ ബ്രാൻഡിന് കരുതുന്നതെങ്കിലും ഞാൻ ഈ മീഷോ വെച്ച് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും അല്ലെങ്കിൽ ഇതിൽ ഇ കൊമേഴ്സ് രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന യങ് ആയിട്ടുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആൾക്കാർക്കും ഈ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈവൻ ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നതെല്ലാം നിങ്ങൾക്ക് ലാപ്ടോപ്പിലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് മൊബൈൽ ഡിവൈസസിൽ നിന്ന് പോലും മീഷോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആമസോണിനോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിനോ മൊബൈൽ ഡിവൈസസിൽ നിന്ന് ഈസി ആയിട്ട് അത്രയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷേ മീഷോ അവിടെ നിങ്ങൾക്ക് ഒരു എഡ്ജ് തരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. പ്രോഡക്റ്റിൻ്റെ സൈസ് നോക്കണമെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ GST നോക്കണം. HSN കോഡ് എന്ന് പറയുന്നത് ഇവിടെ കോഡ് നിങ്ങൾ പേസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. HSN കോഡ് എന്ന് പറയുന്നത് ഇതേപോലത്തെ കോഡുകൾ നിങ്ങൾ പേസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ HSN കോഡ് അറിഞ്ഞിരിക്കുക. നിങ്ങൾ ചിലപ്പം പ്രോഡക്റ്റിൻ്റെ വെയിറ്റ് മെഷർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്യണമെങ്കിൽ ആദ്യം ആ ഡേറ്റ സെറ്റ് നമുക്ക് തയ്യാറാക്കി വെക്കണം. അപ്പോൾ ഞാൻ ഡേറ്റ സെറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ ഇവിടെ കാണിക്കാൻ പോവുകയാണ്. അതിനാദ്യം തന്നെ ഞാനിപ്പോൾ 2 തരത്തിലുള്ള ഫസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ ഡേറ്റ സെറ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പറയുന്നത് HSN കോഡ്, അതായത് ഞാൻ പറഞ്ഞു ഹാർമണൈസ്ഡ് സിസ്റ്റം നോമൻക്ലേച്ചർ, അല്ലെങ്കിൽ HS കോഡ് എന്ന് പറയും, അല്ലെങ്കിൽ HSN കോഡ് എന്ന് കൂടെ പറയും. അപ്പം HSN എന്നാണെങ്കിൽ ഹാർമണൈസ്ഡ് സിസ്റ്റം നോമൻക്ലേച്ചറാണ്. അത് ഒരു നമ്പറാണ്, ഡിജിറ്റാണ്. സോ ആ ഡിജിറ്റ് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ കാറ്റഗറീനെ, സെഗ്മെൻറ്റിനെ
വേർതിരിച്ച് നിങ്ങൾക്ക് ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ടാക്സ് പർപ്പസിനോ എല്ലാം വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് HSN കോഡുകൾ. അപ്പോൾ ഞാൻ എൻ്റെ പ്രോഡക്റ്റിൻ്റെ HSN കോഡ് മെൻഷൻ ചെയ്തു. ഇവിടെ ഞാനാണെങ്കിൽ എനിക്കിതെന്താ ഞാൻ ആദ്യമേ ഡാറ്റ സെറ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിത് ഡാറ്റാസ് ഞാൻ ഡോക്യുമെൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് പ്ലേസുകളിൽ ലിസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ സ്വന്തം വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യണോ ഇതെല്ലാം വളരെ ഈസി ആയിരിക്കും. എന്നിട്ട് പ്രോഡക്റ്റിൻ്റെ ടൈറ്റിലാണ്, പ്രോഡക്റ്റിന് ഈ ഒരു പേരിടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ അതിൻ്റെ ഹൈലൈറ്റ്സ്, അതിനുശേഷം പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ, SEO കീവേഡ്സ്. SEO കീവേഡ്സ് എന്ന് പറയുന്നത് മീഷോയിൽ ആ ഒരു കസ്റ്റമർ സെർച്ച് ചെയ്യുമ്പോൾ, അപ്പോൾ അവിടുത്തെ മീഷോയുടെ സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഹൈ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ കീവേഡ്സ് ആണ് ഈ ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഇതൊക്കെ വെബ്സൈറ്റ് പർപ്പസിനും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ്. #, ഇതൊന്നും നിങ്ങൾ വലിയ ഇത് കൊടുത്തില്ലെങ്കിൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട HSN കോഡുണ്ട്, പ്രോഡക്റ്റിൻ്റെ ടൈറ്റിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ദെൻ സൈസ് ചാർട്ട് ഉണ്ട്. അപ്പോൾ എന്നിട്ട് മാനുഫാക്ചർ ഡീറ്റെയിൽസ്. അപ്പോൾ ഇത് നമ്മളാണ് മാനുഫാക്ചർ ഈ പ്രോഡക്റ്റ് സെല് ചെയ്യുന്നതുകൊണ്ട് ഞാൻ തന്നെ, ഇപ്പോൾ നമുക്ക് തമിഴ്നാട്ടിലെ ഒരു തിരുപ്പൂരിലെ ഓഫീസിൽ നിന്നാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്, ഡിസ്പാച്ച് ചെയ്യുന്നത്. സോ അപ്പോഴേക്കും അതിൻ്റെ മാനുഫാക്ചർ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് പ്രോഡക്റ്റ് ഇമേജ് ഇതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ലിസ്റ്റ് ചെയ്ത ബ്ലാക്ക് ടീഷർട്ടായിരുന്നു. ഇപ്പോൾ ഞാനാണെങ്കിൽ അതിൻ്റെ ഒരു ബ്ലൂ ടീഷർട്ടിൻ്റെ മോക്കപ്പും ഞാൻ ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു ഫയലായിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് പ്രോഡക്റ്റ് ഇമേജ് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. നിങ്ങൾക്കല്ല പ്രോഡക്റ്റ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ഞാനൊരു സെപ്പറേറ്റ് സീരീസ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തേക്ക്, ഞാനത് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ തയ്യാറാക്കിയ ഡേറ്റ സെറ്റ്. അപ്പോൾ ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ഡേറ്റ സെറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. തയ്യാറാക്കാനാണെങ്കിൽ വളരെ ഈസിയാണ്. ഞാൻ അതിന് നിങ്ങൾക്ക് ഒരു പ്രോംപ്റ്റ് തരുന്നുണ്ട്. അപ്പോൾ ഈ പ്രോംപ്റ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ പ്രോംപ്റ്റ് നിങ്ങൾ ChatGPTയിൽ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ചോദിക്കുക, അത് ഡിസ്ക്രിപ്ഷൻ തരുന്നതാണ്. അപ്പോൾ ഈ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഈ പ്രോംപ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നതെന്ന് കാണാം. പ്രോംപ്റ്റ് എന്താണ്, എന്തൊക്കെയാണ് റൂൾസാണ് ഫോളോ ചെയ്യേണ്ടത്, അതിൽ എന്തൊക്കെ ഇൻപുട്ട് ഉണ്ടാവണം, ഔട്ട്പുട്ടിന് ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് എന്തൊക്കെ ചെക്കാണ്, അതായത് മീഷോ എല്ലാ കാര്യങ്ങളും നിങ്ങളിപ്പം കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, ബേസിക് എഡിറ്റ്സ് വരുത്താൻ ആവശ്യപ്പെടും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് മീഷോയുടെ റൂൾസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ സെർച്ച്. ഇപ്പോൾ നിങ്ങൾ ഇത് ChatGPTയിലായിരിക്കും ഈ ഡേറ്റ പേസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഈ ഡേറ്റ നിങ്ങൾ ChatGPTയിൽ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് മാത്രം ഡിസ്ക്രിപ്ഷൻ മറ്റു കാര്യങ്ങളെല്ലാം എഴുതുക. അപ്പോൾ ഈ ഒരു ബേസിസിലാണ് ഞാനാണെങ്കിൽ ആ ഡേറ്റ സെറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഞാൻ HSN കോഡ് വിട്ടുപോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രോംപ്റ്റിൻ്റെ കൂടെ HSN കോഡും കൂടെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള HSN കോഡും കൂടെ സജസ്റ്റ് ചെയ്യും. പിന്നെ ChatGPT പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ HSN കോഡിനെ ഫൈനലൈസ് ചെയ്യരുത്. GST നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൽ അല്ലെങ്കിൽ GSTയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ പ്രോഡക്റ്റിൻ്റെ HSN കോഡ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളിപ്പോൾ ഞാനാണെങ്കിൽ ടീഷർട്ടാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ കോട്ടൺ ടീഷർട്ട്സിന് HSN കോഡ് ഏതാണ്, അല്ലെങ്കിൽ പോളിസ്റ്റർ ടീഷർട്ട്സിന് HSN കോഡ് ഏതാണ്, ഓരോ പ്രോപ്പർട്ടി അതായത് തുണിത്തരം മാറുന്നതനുസരിച്ചിട്ട് പോലും നമുക്ക് HSN കോഡ് ചേഞ്ച് ആവും. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതിന് മൾട്ടിപ്പിൾ ടൈം നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് ഒരു ഡേറ്റ സെറ്റ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഞാനിവിടെ ഡേറ്റ സെറ്റിലേക്ക് തിരിച്ച് പോവുകയാണ്. ഇപ്പോൾ ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നു, എനിക്ക് എൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡേറ്റ സെറ്റ് ഇതാണ്. ഇപ്പോൾ ഈ ഡേറ്റ സെറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവുക, ഈ ഡേറ്റ സെറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇനി പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പ്രോഡക്റ്റിൻ്റെ ടൈറ്റിലാണ് വേണ്ടത്. ടൈറ്റിലാണെങ്കിൽ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ടൈറ്റിൽ. അപ്പോൾ ഞാൻ ടൈറ്റിൽ സെലക്ട് ചെയ്യുന്നു. ടൈറ്റിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, തിരിച്ച് മീഷോയുടെ ഡാഷ്ബോർഡിലോട്ട് പോകുന്നു. ഞാൻ ഡാഷ്ബോർഡിൽ പോയിട്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഞാനിവിടെ പ്രോഡക്റ്റിൻ്റെ ടൈറ്റിൽ, ഞാനിവിടെ പ്രോഡക്റ്റിൻ്റെ നെയിമിൻ്റെ അവിടെ ഞാൻ പ്രോഡക്റ്റിൻ്റെ ടൈറ്റിൽ ഞാൻ ആഡ് ചെയ്യുന്നു. പ്രോഡക്റ്റിൻ്റെ ഞാനിവിടെ ടൈറ്റിൽ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ HSN കോഡ് വീണ്ടും സെലക്ട് ചെയ്യുകയാണ്. HSN കോഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, HSN കോഡിൽ വന്നതിന് ശേഷം ഇവിടെ സെർച്ച് ഐക്കണിൽ ഞാൻ എൻ്റെ HSN കോഡ് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ HSN കോഡ് ഇവിടെ വന്നതുണ്ടോ, അപ്പോൾ HSN കോഡ് ഓട്ടോമാറ്റിക്കലി വന്നു, നിങ്ങളത് ചൂസ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് പ്രോഡക്റ്റിൻ്റെ വെയിറ്റ് ആണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞു, ഞാൻ എൻ്റെ ബ്ലൂ ടീഷർട്ടാണ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ വെയിറ്റ് ഞാൻ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് 190 ഗ്രാം, 190 ഗ്രാമാണ് നമുക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ പ്രോഡക്റ്റ് 180 ഗ്രാമേ ഉള്ളൂ. പക്ഷേ 10 ഗ്രാം നമ്മൾ പാക്കേജിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മെൻഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ 185 മെൻഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് പ്രോഡക്റ്റ് ID ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പ്രോഡക്റ്റ് ID നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പ്രോഡക്റ്റ് ID എന്താണ്, അങ്ങനെയുള്ള ഇൻഡെപ്ത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഒരു ഫ്രീ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നതാണ്. എന്നിട്ട് നെക്സ്റ്റ് കാര്യം സൈസാണ്. സൈസ് സ്പെസിഫിക്കലി നിങ്ങൾ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഞാനാണെങ്കിൽ M, L, XL എന്നീ 3 സൈസുകളിലാണ് എൻ്റെ പ്രോഡക്റ്റ് അവൈലബിൾ ആവുക. അപ്പോൾ ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു, അപ്ലൈ കൊടുക്കുന്നു.
അപ്ലൈ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ടേബിൾ ഓപ്പൺ ആയി വരും. അപ്പോൾ നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഇവിടെയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിവിടെ കോപ്പി പ്രൈസ് ഇപ്പോൾ നിങ്ങൾ എം സൈസിൽ ഒരു പ്രൈസ് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇവിടെ എം പ്രൈസിൽ ഞാൻ 499 ഇടുവാണ് എങ്കിൽ നിങ്ങൾ ഇവിടെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും ഇതെല്ലാ സൈസിനും ഒരേ പ്രൈസ് അപ്ലൈ ആവുന്നതായിട്ട്. സോ എനിക്ക് അങ്ങനെ മതി, കാരണം ഞാൻ എല്ലാ സൈസിനും എനിക്ക് ഞാൻ മാനുഫാക്ചറാണ് ചെയ്തതുകൊണ്ട് എനിക്ക് എല്ലാ സൈസും ഓൾമോസ്റ്റ് സെയിം പ്രൈസിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ ഡിഫറൻസ് അവിടെ ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സോ ഞാൻ എൻ്റെ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 399 ആണ്. അപ്പോൾ 399 ആകുമ്പോഴേക്കും ഞാനിവിടെ ലിസ്റ്റിംഗ് പ്രൈസ് ചെയ്തപ്പോൾ തന്നെ എല്ലാ സൈസിലും അത് അപ്ലൈ ആയുമ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ബാങ്ക് സെറ്റിൽമെൻറ്റ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബാങ്ക് സെറ്റിൽമെൻറ്റ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വളരെ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതായത് ഞാൻ 399 രൂപയ്ക്ക് പ്രോഡക്റ്റ് കസ്റ്റമറിന് കൊടുക്കണമെന്നാണ് ഞാൻ മീഷോയിൽ ലിസ്റ്റ് ചെയ്യുന്ന പ്രൈസ് 399 ആണ്. അപ്പോൾ എനിക്ക് ബാങ്കിൽ കിട്ടുക എന്ന് പറയുന്നത് എത്രയാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. ടാക്സ്, അതായത് GST, TCS, TDS എല്ലാം കൂടെ ചേർത്ത് 13.29%. മീഷോയുടെ കമ്മീഷൻ 0 ആയ. അപ്പോൾ GST മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് ലിറ്ററലി ഇവിടെ പിടിക്കുന്നുള്ളൂ. അപ്പോൾ GST പിടിച്ചിട്ട് എൻ്റെ അക്കൗണ്ടിൽ വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്ര? 385.71 രൂപയാണ് 399 രൂപയുടെ പ്രൈസ് ടാഗിന് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് കസ്റ്റമറിന് എത്ര രൂപയ്ക്കായിരിക്കും സെയിലാകുന്നതെന്നാണ് നെക്സ്റ്റ്. അപ്പോൾ കസ്റ്റമറിന് സെയിലാവുക ഈ പ്രോഡക്റ്റ് എത്ര രൂപയ്ക്കായിരിക്കും? 484 രൂപയ്ക്ക്. അപ്പോൾ 484 രൂപ, കാരണം ഷിപ്പിങ്ങിന് വേണ്ടിയിട്ട് ആഡഡ് സെപ്പറേറ്റ്ലി, അത് നമ്മളെല്ലാം എന്താ പറയുക തീരുമാനിക്കുന്നത് മീഷോ ആണ്. അപ്പം മീഷോയുടെ ഷിപ്പിംഗ് പോളിസി അങ്ങനെ ആയതുകൊണ്ട് അത് 85 രൂപ അഡീഷണൽ ആയിട്ട് കസ്റ്റമറിന് ആഡ് ഓൺ ആവും. അപ്പോൾ അത് കസ്റ്റമർ വാങ്ങിക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് നോക്കണം, എല്ലാ പ്രോഫിറ്റും നോക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് ഈ പ്രോഡക്റ്റ് എനിക്ക് അത്രയും രൂപയ്ക്ക് എനിക്ക് കസ്റ്റമറിന് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ പ്രൈസ് കുറച്ചിട്ട് 349 ആണെങ്കിൽ എനിക്ക് ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ ഞാൻ നോക്കും. അപ്പോൾ എനിക്ക് ബാങ്ക് സെറ്റിൽമെൻ്റ് ആവുന്നത് അപ്പോഴേക്കും എനിക്ക് 336 റുപ്പീസാണ്. കസ്റ്റമർ പേ ചെയ്യേണ്ടത് 434 ആണ്. അപ്പോഴും എനിക്ക് കുറച്ച് അൺസർട്ടനിറ്റി ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഫൈനലായിട്ട് ഞാൻ എന്ത് പ്രോഡക്റ്റിനെ സെല് ചെയ്യാനുള്ള പ്രൈസ് ഡിസൈഡ് ചെയ്തു. 299 ഞാൻ സെല് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് 286 റുപ്പീസ് എൻ്റെ അക്കൗണ്ടിൽ വരും, കസ്റ്റമറിന് 384 റുപ്പീസാണ്. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ പ്രൈസ് ഡിസൈഡ് ചെയ്യാൻ. അല്ലാതെ നിങ്ങൾ ആദ്യം ഒരു പ്രൈസ് ഡിസൈഡ് ചെയ്ത് വന്ന ഉടനെ നിങ്ങൾ ഇതിൽ ലിസ്റ്റ് ചെയ്തരുത്. കാരണം കസ്റ്റമറിന് എത്ര രൂപയ്ക്കാണ് കിട്ടുക എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വേണം മാത്രം നിങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ. അല്ലാതെ കസ്റ്റമർ നിങ്ങൾ 299 രൂപയ്ക്ക് നിങ്ങൾ ലിസ്റ്റ് ചെയ്തു, കസ്റ്റമറിന് ഒരുപാട് പൈസ കൂടുതലാണ് ചെയ്തിട്ടാണ് കിട്ടുക എങ്കിൽ കസ്റ്റമർ വാങ്ങാൻ ചിലപ്പം താല്പര്യപ്പെടണമെന്നില്ല. അതുകൊണ്ട് ഞാൻ 299 എൻ്റെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നു. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് റോങ് ആൻഡ് ഡിഫക്റ്റീവ് പ്രോഡക്ട്സിനാണ്. റോങ് അല്ലെങ്കിൽ ഡിഫക്റ്റീവ്, ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു കസ്റ്റമർ ആണെങ്കിൽ എൻ്റെ M സൈസാണ് ഓർഡർ ചെയ്തത്, ഞാൻ അയച്ചു കൊടുത്തത് L സൈസാണ്. അപ്പോൾ കസ്റ്റമർ എന്ത് ചെയ്യാം, റിട്ടേൺ വേണം അല്ലെങ്കിൽ റീഫണ്ട് വേണമെന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് എത്ര രൂപയാണ് നമ്മൾ കൊടുക്കുക, അത് ഓട്ടോമാറ്റിക്കലി മീഷോ സജസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ അപ്രൂവ് ചെയ്താൽ മാത്രം മതി. ഞാനിപ്പോൾ ഇത് 349 ആക്കി വീണ്ടും ഒരു കാര്യം കാണിച്ചു തരാം. 349 ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മീഷോ എന്ത് ചെയ്യും, ഇതിനും ഒരു സജഷൻ കൊടുക്കും മതി. എന്നിട്ട് പ്രോഡക്റ്റിൻ്റെ MRP, അതായത് എത്ര ശതമാനം ഡിസ്കൗണ്ട് ഷോക്കേസ് ചെയ്യില്ലേ, ഇത് നമ്മൾ സെല്ലിംഗ് പ്രൈസാണ്. അപ്പോൾ MRP എത്രയാണ് ഷോ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ MRP ഷോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ 549 റുപ്പീസാണ്. അപ്പോൾ ഞാൻ എൻ്റെ എന്താ പറയുക MRP ഞാൻ ഇവിടെ ഷോക്കേസ് ചെയ്തു, സൈസ് മെൻഷൻ ചെയ്തു, സെല്ലിംഗ് പ്രൈസ് എല്ലാം ലിസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇൻവെൻ്ററിയിലാണെങ്കിൽ ഞാൻ എല്ലാ പ്രോഡക്റ്റും 12 പീസ് വെച്ചിട്ടാണ് ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ബാക്കിയുള്ള എക്സ്ക്ലൂസീവ്ലി ഞാൻ എൻ്റെ വെബ്സൈറ്റിലൂടെയാണ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ 12 പ്രോഡക്റ്റുകളെ ലിസ്റ്റ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് പ്രോഡക്റ്റിൻ്റെ സൈസാണ്, അതായത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇതിൽ വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ സൈസ് ചാർട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചെസ്റ്റ് സൈസും ചോദിക്കുന്ന ലെങ്ത്തുമാണ്. ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി വെച്ചിരിക്കുക. അത് നിങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ഡേറ്റ സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴോ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴോ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇങ്ങനത്തെ ഡേറ്റ സെറ്റ്. ഞാനപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് എങ്ങനെയാണ് ഇനി സൈസ് ആഡ് ചെയ്യുന്നതെന്ന്. ഓക്കെ, സൈസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡേറ്റ സെറ്റിൽ നിന്ന് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ഇതിപ്പോൾ ഞാൻ തന്നെ ഓൺ പ്രൊഡക്ഷൻ നമ്മൾ ചെയ്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ സൈസ് കൃത്യമായിട്ട് ഓൾറെഡി അറിയാം. എനിക്ക് സൈസ് ചാർട്ടിൻ്റെ യൂസ് വരുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെ യൂസ് വരും. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഞാൻ സൈസ് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ചെസ്റ്റ് സൈസ് എന്ന് പറയുന്നത് മീഡിയത്തിന് 40 ആണ്. അതിൻ്റെ ലെങ്ത്ത് വരുന്നതെന്ന് പറയുന്നത് 27 ഇഞ്ചസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെസ്റ്റ് സൈസ് ഇൻ ഇഞ്ചാണ്, ലെങ്ത്ത് എന്ന് പറയുന്ന ലെങ്ത്ത് സൈസ് എന്ന് പറയുന്നത് ഇഞ്ചിലാണ്. അപ്പോൾ സെൻറ്റിമീറ്റർ മെഷർമെൻറ്റ്സ് എല്ലാം നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത് ഇഞ്ചിലുള്ള മെഷർമെൻറ്റ്സ് ആണ് ഇവിടെ നിങ്ങൾ ആഡ് ചെയ്യേണ്ടി വരിക. എന്നിട്ട് L സൈസിൽ എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് 42 ആണ്. അപ്പോൾ 42 എന്ന് പറയുന്നത് ഞാൻ മെൻഷൻ ചെയ്തു. എന്നിട്ട് ലെങ്ത്ത് 28 ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്യുന്നു.
നെക്സ്റ്റ് 44 ആണ്, XL ആണ് എൻ്റെ ഉള്ളത്. ഞാൻ 44 ചെസ്റ്റ് സൈസ് അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ലെങ്ത് ആയിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു 29 ഇഞ്ചസ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഡേറ്റ സെറ്റ് നമ്മൾ സൈസിൻ്റെ അല്ലെങ്കിൽ ഈ ഡേറ്റ സെറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൈസ് ചാർട്ട് എല്ലാം നമ്മളിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിൻ്റെ കളർ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ഇത്രയും നേരം നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ സൈസ് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻവെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് ആണ് മാക്സിമം കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ആണ്. ഇത് നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, കളർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ നേവി ബ്ലൂ ആണ് എൻ്റെ കളർ, ടീഷർട്ടിൻ്റെ കളർ ഞാൻ നേവി ബ്ലൂ സെലക്ട് ചെയ്തു. ഫാബ്രിക് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോളി ബ്ലെൻഡാണ് കൊടുക്കുന്നത്. പോളി കോട്ടൺ ആണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ചില പോളി കോട്ടൺ ഉണ്ട്. അപ്പോൾ ഞാൻ പോളി കോട്ടൺ ഞാനിവിടെ സെലക്ട് ചെയ്തു. നെറ്റ് ക്വാണ്ടിറ്റി, അതായത് നിങ്ങൾ സിംഗിൾ പീസാണോ സെല് ചെയ്യുന്നത് അല്ലെങ്കിൽ 2 ടീഷർട്ട് ചേർന്നിട്ടാണ് ഈ പ്രൈസിന് സെല് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ അതിന് നെറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്നായിട്ട് സെലക്ട് ചെയ്യുന്നു. നെക്ക് ലൈൻ, അതായത് ഈ ടീഷർട്ടിൻ്റെ നെക്ക് ലൈൻ ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, റൗണ്ട് എന്ന് നെക്ക് ലൈന് സെലക്ട് ചെയ്യുകയാണ്. പ്രിൻ്റ് അല്ലെങ്കിൽ പാറ്റേൺ ടൈപ്പ്, അപ്പോൾ ഇതിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ടീഷർട്ട് ആയതുകൊണ്ട് പ്രിൻ്റ് അല്ലെങ്കിൽ പാറ്റേൺ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മളിവിടെ സോളിഡ് ആണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോളിഡ് എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. സ്ലീവ് ലെങ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലീവ് ലെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ മെഷർമെൻ്റ് അല്ല കൊടുക്കേണ്ടത്. ഷോർട്ട് സ്ലീവ് ആണോ, ലോങ് സ്ലീവ് ആണോ, ഫുൾ സ്ലീവ് ആണോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് സ്ലീവ് ടീഷർട്ട് ആയതുകൊണ്ട് ഞാൻ ഷോർട്ട് സ്ലീവ് ആണ് ചൂസ് ചെയ്യുക. കൺട്രി ഓഫ് ഒറിജിൻ നമ്മൾ പ്രൗഡ്ലി നമ്മൾ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാനുഫാക്ചർ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ മാനുഫാക്ചർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തയ്യാറാക്കിയ ഡേറ്റ സെറ്റിലേക്ക് തിരിച്ചു വരുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് മാത്രം കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ആ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അഗൈൻ മാനുഫാക്ചർ ഡീറ്റെയിൽസിൽ ഞാൻ വീണ്ടും എല്ലാം അപ്ലൈ ചെയ്യുകയാണ്. പിൻകോഡ് ചോദിക്കുന്നു, പിൻകോഡ്, പാക്കർ നെയിം, എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സെക്ഷനിൽ ബാക്കിയൊന്നും നമുക്ക് റെക്കോർഡ് ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ, കളർ, ജനറിക് നെയിം, പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അതർ ആട്രിബ്യൂട്ട്സ്, ഇവിടെയാണ് നമ്മൾ എന്താ പറയുക ഡിസ്ക്രിപ്ഷൻസ്, കീവേഡ്സ് എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതർ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾ ബ്രാൻഡ്, അതായത് നിങ്ങളുടെ ബ്രാൻഡ് മീഷോയുടെ ബ്രാൻഡ് രജിസ്റ്ററിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ ഇവിടെ ബ്രാൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ നെയിം കാണുള്ളൂ. അപ്പോൾ ബ്രാൻഡ് രജിസ്റ്ററി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതിങ്ങനെ നിങ്ങൾ സെല്ലർ അക്കൗണ്ട് എടുത്താലും നിങ്ങൾക്ക് ബ്രാൻഡ് രജിസ്ട്രി കിട്ടത്തില്ല. അതിന് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉണ്ട്. അത് എല്ലാം കുറച്ച് അഡ്വാൻസ് ലെവലിലേക്ക് നിങ്ങൾ പോകുമ്പോൾ പഠിക്കേണ്ടതാണ്. ബിഗിനർ ആവാൻ വേണ്ടിയിട്ട്, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ നീഡില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്നിട്ട് പാറ്റേൺ സെലക്ട് ചെയ്യുന്നു. എഗൈൻ പാറ്റേൺ എന്ന് പറയുന്നത് സോളിഡ് ആണ്. ഞാനിവിടെ സോളിഡ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ വീണ്ടും ഇവിടെ വന്നതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ സെലക്ട് ചെയ്തു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ സെലക്ട് ചെയ്തു, കോപ്പി ചെയ്തു. എഗൈൻ ഇവിടെ വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഡിസ്ക്രിപ്ഷൻസ് എൻ്റർ ചെയ്ത് ഞാനിവിടെ സബ്മിറ്റ് കാറ്റലോഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ഫീൽഡ് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ഓർമ്മിപ്പിക്കും. അപ്പോൾ ഇവിടെ എന്ന് പറയുന്ന എക്സലിൻ്റെ സൈസാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ എക്സലിൻ്റെ സൈസ് ഞാൻ ഇവിടെ ഫില്ല് ചെയ്തിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഫില്ല് ചെയ്തിരുന്നു, പക്ഷേ അത് കറക്റ്റായിട്ട് സെലക്ട് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇവിടെ എഗൈൻ എക്സലിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കാറ്റലോഗ് എന്ന് പറയുന്ന ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് സേവ് ആൻഡ് ഗോ ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഞാൻ സബ്മിറ്റ് തന്നെ ചെയ്യുന്നു. ഞാൻ അതിനെ പ്രോഡക്റ്റിനെ ഫൈനലൈസ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ കാണിച്ചു തരാം എന്താണ്. അപ്പോൾ 4 അൺഓതറൈസ്ഡ് ബ്രാൻഡ് അല്ലെങ്കിൽ ഇല്ലീഗൽ കീവേഡ്സ് ഫൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കാം. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എവറി ഡേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ എവറി ഡേൻ്റെ പാൽപ്പൊടി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നമ്മൾ ബ്രാൻഡ് എന്ന് പറയുന്ന ബ്രാൻഡ് ഐഡൻറ്റിറ്റി, ഈ കീവേഡ്സിൽ ബ്രാൻഡ് ഐഡൻറ്റിറ്റി യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ യു അല്ലെങ്കിൽ ഇപ്പം ഈ 4 വേർഡ്സിന് ഞാനാണെങ്കിൽ റീപ്ലേസ് ചെയ്യണം. എന്തെങ്കിലും വെച്ച് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യും. ഞാൻ എക്സാക്ട്ലി ഇപ്പം ഞാനാണെങ്കിൽ ഇറ്റ് കീപ്സ്, അപ്പോൾ ഞാനാണെങ്കിൽ ഫസ്റ്റ് യു എന്ന് പറയുന്ന ആ ഒരു ഇതെടുത്ത് മാറ്റി എവറി ഡേ എന്ന് പറയുന്ന കീവേഡ്സ് ഞാൻ എടുത്ത് മാറ്റുവാണ്. ഞാൻ സ്റ്റൈൽ അല്ലെങ്കിൽ കംഫർട്ട് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് അത് ഞാൻ 2 കീവേഡ്സ് റിമൂവ് ചെയ്തു. നിങ്ങൾക്ക് അങ്ങനെ റിമൂവ് ചെയ്യാം, പക്ഷേ അത് റിമൂവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഞാനിതൊരു നിങ്ങളെ ബേസിക്കായിട്ട് ഇത് ലിസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ അതിന് നമ്മളിപ്പം എന്തെങ്കിലും കീവേഡ്സിന് ഇപ്പോൾ ഇതുപോലെ പറയുകയാണെങ്കിൽ ഫോർ അൺഓതറൈസ്ഡ് ബ്രാൻഡ് അല്ലെങ്കിൽ ഇല്ലീഗൽ കീവേഡ്സ് എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കീവേഡ്സിനെ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ വേറൊരു കീവേഡ്സ് ChatGPTൻ്റെ ഒരു സജഷൻ ചോദിച്ചാൽ മാത്രം മതി. അതിന് വേണ്ടിയിട്ട് ഞാൻ തന്ന PDF, ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പ്രോംപ്റ്റിൻ്റെ PDF നിങ്ങൾ ChatGPTയിൽ പേസ്റ്റ് ചെയ്തതിന് ശേഷം അതിനുശേഷം നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എറർ ഇല്ലാത്തതൊന്നും നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എന്നാലും 1-2 ഇങ്ങനെ സ്റ്റൈൽ അല്ലെങ്കിൽ കംഫർട്ട് എന്ന് പറയുന്ന ഇങ്ങനെയുള്ള വാക്കുകൾ വന്നു കഴിഞ്ഞാൽ ആ ഹൈലൈറ്റ് ചെയ്ത വേർഡിനെ മാത്രം റിമൂവ് ചെയ്തതിന് ശേഷം ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓൾ പ്രോഡക്റ്റ്
പ്രോഡക്ട്സ് ഫ്രം ദിസ് കാറ്റലോഗ് ആർ നോട്ട് ബ്രാൻഡഡ് ഓർ ഇല്ലീഗൽ ടു സെൽ. ഞാൻ എന്ത് ചെയ്തു, അതും സെലക്ട് ചെയ്തു. അപ്ഡേറ്റ് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ക്വാളിറ്റി ചെക്കിന് സബ്മിറ്റ് ചെയ്യാമോ വേണ്ടയോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഇവിടെ സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പ്രൊസീഡ് ചെയ്യുന്നു. അപ്പോൾ ഇനി സെറ്റ് ഇവിടെയാണ് വേറൊരു കളി വരുന്നത്. അപ്പോൾ എന്താണെന്നറിയോ, നമുക്ക് പ്രോഡക്റ്റ് സബ്മിറ്റ് ആയി. അപ്പം നെക്സ്റ്റ് പറയുകയാണ്, മീഷോ നമുക്കൊരു ഓപ്ഷൻ തരുവാണ്, ക്രിയേറ്റ് ആഡ് ക്യാമ്പയിൻസ് ടു ഗെറ്റ് ഓവർ 16,000 ഗ്യാരണ്ടീഡ് വ്യൂസ് ഇൻ 5 days. ഓക്കെ, 5 ദിവസം കൊണ്ട് 16,000 വ്യൂസ് ഗ്യാരണ്ടി ചെയ്ത് തരാം. അതായത് 500 രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി, 16,000 കസ്റ്റമർ നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ കാണും എന്ന് ഗ്യാരണ്ടി ചെയ്യുകയാണ്. അപ്പോൾ അത് ഇനി അപ്പോൾ ഒരു കസ്റ്റമർ നിങ്ങളുടെ പ്രോഡക്റ്റ് വ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര കസ്റ്റമറാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് വ്യൂ എന്നുള്ള അനലിറ്റിക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എത്ര പേര് കണ്ടു, എത്ര പേര് പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്തു എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് പറയുന്നത് കളവല്ല. അപ്പം അവർ നിങ്ങൾ ആഡ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വ്യൂസ് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കോമ്പറ്റീറ്റീവ് പ്രൈസാണ് സെറ്റ് ചെയ്യുന്നതെന്ന് മീഷോൻ്റെ ഒരു അനലിറ്റിക്സ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രൈസ് കോമ്പറ്റീറ്റീവ് ആണെന്നാണ് മീഷോ പറയുന്നത്. അപ്പോൾ ആൽഗോരിതം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൈസിൽ നമുക്ക് പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ കഴിഞ്ഞു. ഇനി എന്ന് പറയുന്നത് നമ്മൾ ആഡ് ക്യാമ്പയിൻ റൺ ചെയ്യണമെന്നോ വേണ്ടയോ എന്നുള്ളതാണ്. ആദ്യമേ നിങ്ങൾക്ക് ലിമിറ്റഡ് ആണ്. എൻ്റെ കയ്യിൽ 3-4 തരം പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ. അത് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ആഡ് റൺ ചെയ്യേണ്ട. അല്ല, നിങ്ങൾക്ക് നല്ല ക്വാണ്ടിറ്റീസ് ഉണ്ട്, സോ നിങ്ങൾക്ക് മൂവ് അറൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് റൺ ചെയ്യാം. ഞാൻ എൻ്റെ മെയിൻ കടമ എന്ന് പറയുന്നത് ഇന്നത്തെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് കാണിച്ചു തരിക എന്നുള്ളതായിരുന്നു. അതിനെ കുറച്ചും കൂടെ ഓട്ടോമേറ്റ് ആക്കുക, അതിനെ കുറച്ചും കൂടെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് ഞാനിവിടെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്തു. അപ്പോൾ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഇവിടെ ഒരു കാര്യം കാണിച്ചു തരാം. ഈ പ്രോഡക്റ്റ് ഇപ്പോൾ ഞാൻ ലിസ്റ്റ് ചെയ്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൽ എനിക്ക് എന്തെങ്കിലും ഞാനാണെങ്കിൽ ഒരു കാര്യം വിട്ടുപോയി, മൾട്ടിപ്പിൾ ഇമേജസ് ആഡ് ചെയ്യാൻ ഞാൻ മറന്നുപോയി. കുഴപ്പമില്ല, നമുക്കത് ക്വാളിറ്റി ചെക്കിന് കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് വീണ്ടും റീസബ്മിറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് കുഴപ്പമില്ല. സിംഗിൾ ഇമേജസ് ആണെങ്കിലും നമ്മൾ ആഡ് ചെയ്ത ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ, നമ്മൾ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അതും കാണാൻ സാധിക്കും. സോ ഇതാണ് ബേസിക്കായിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്തപ്പോൾ ക്വാളിറ്റി QC പാസ് എന്ന് പറഞ്ഞ്, ക്വാളിറ്റി ചെക്ക് പാസ് എന്ന് പറഞ്ഞ് പ്രോഡക്റ്റിനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി ഇന്നലെ ഒരു പ്രോഡക്റ്റ് ഞാനാണെങ്കിൽ നമ്മുടെ ബ്രാൻഡിനെ ഞാൻ ലിസ്റ്റ് ചെയ്തിരുന്നു. അത് വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കാറ്റലോഗ് ഒന്ന് വ്യൂ ചെയ്ത് കാണിച്ചു തരാം. അത് കുറച്ചും കൂടെ കാര്യങ്ങൾ ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടാണ് ചെയ്തത്. അതായത് പ്രോഡക്റ്റിന് 4 ഇമേജസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ 4 ഇമേജസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതായിരുന്നു, ഇത്രയും ഡീറ്റെയിൽസ് ആയിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഫാബ്രിക്കിൻ്റെ ഡീറ്റെയിൽസ് ആയാലും നിങ്ങൾക്ക് സൈസ് ചാർട്ട് ആയാലും എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി നമ്മൾ വീണ്ടും ഇൻവെൻ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്ടിവേഷൻ പെൻഡിങ്, ബ്ലോക്ക്ഡ് അല്ലെങ്കിൽ പോസ്ഡ് ആയിട്ടുള്ള നമ്മൾ ഇൻവെൻ്ററീസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അഗൈൻ അപ്പോൾ നമ്മൾ QC ഇപ്പോൾ ഞാനാണെങ്കിൽ അപ്പം സിംഗിൾ അപ്ലോഡ്സിൽ ഓക്കെ. അപ്പോൾ നമ്മൾ ക്വാളിറ്റി ചെക്കിന് കൊടുത്ത പ്രോഡക്റ്റ് ഇപ്പം ക്വാളിറ്റി പാസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ QC പാസ് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ നമ്മൾ വ്യൂ കാറ്റലോഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ 12 വെച്ചിട്ടുള്ള സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാ സെറ്റിംഗ്സും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും എഡിറ്റ് ചെയ്യാൻ കൊടുക്കുവാണ്. ഞാൻ എഡിറ്റ് ചെയ്യാൻ കൊടുത്തിട്ട് എഡിറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയതിന് ശേഷം എനിക്ക് ഇമേജസ് ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ഇമേജസിൽ കൊടുത്താൽ മതി. ഞാൻ ഫ്രണ്ട് വ്യൂ മാത്രമായിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ബാക്ക് വ്യൂവും കൂടെ മൾട്ടിപ്പിൾ ഇമേജസും കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ മൾട്ടിപ്പിൾ ഇമേജസ് ആഡ് ചെയ്തു. എന്നിട്ട് സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പ്രോസസ്സ്, പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളൊരു സെല്ലറാണ് അല്ലെങ്കിൽ മീഷോയിൽ സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റെപ്പ് വീണ്ടും ഒന്ന് പറയുവാണ്. നിങ്ങൾ GST ഇല്ല, അല്ലെങ്കിൽ കോമ്പോസിറ്റ് GST ആണ്, എന്നിരുന്നാലും പ്രശ്നമല്ല. പക്ഷേ ഏറ്റവും പ്രിഫറബിൾ എന്ന് പറയുന്നത് റെഗുലർ GST എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ GST ഇല്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും മീഷോയിൽ സെല്ല് ചെയ്യാനോ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യാനോ രജിസ്റ്റർ ചെയ്യാനോ മടിക്കണ്ട. നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക, പ്രോഡക്റ്റ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ സെല്ല് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് കണ്ടെത്തുക. അതിന് 2-3 ഫോട്ടോസ് എടുക്കുക. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് എല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ വന്നതിന് ശേഷം ഇൻവെൻ്ററി അല്ലെങ്കിൽ കാറ്റലോഗ്, ഇൻവെൻ്ററിക്ക് താഴെയായിട്ട് കാറ്റലോഗ് അപ്ലോഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ആഡ് സിംഗിൾ കാറ്റലോഗിൽ നിങ്ങൾ കാറ്റഗറീസ് സെലക്ട് ചെയ്ത് മാത്രം പ്രോഡക്റ്റ് ആഡ് ചെയ്യാം. പ്രോഡക്റ്റ് ആഡ് ചെയ്യേണ്ട പ്രോസസ്സ് നിങ്ങൾ ഡീറ്റെയിൽ ഇൻഡെപ്ത് ചെയ്ത് കഴിഞ്ഞു. അപ്പം അതിന് മുന്നേ നിങ്ങൾ പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആഡ് സിംഗിൾ കാറ്റലോഗ് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ പ്രോംപ്റ്റ് തന്നത് പ്രകാരം നിങ്ങൾ ഡേറ്റാ സെറ്റ് തയ്യാറാക്കുക. ഡേറ്റാ സെറ്റ്, ഒരു ഫൈനൽ ഡേറ്റാ സെറ്റ് ഞാൻ വീണ്ടും കാണിച്ചു തരുവാണ്. അപ്പോൾ ഞാൻ വേറെ ഒരു ഇപ്പോൾ
ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഡേറ്റ സെറ്റ് അതിൽ HSN കോഡുണ്ട്, GST എത്ര പെർസെൻറ്റേജ് സ്ലാബിലാണ് വരുന്നത് എന്ന് അറിഞ്ഞതുകൊണ്ട് എനിക്ക് ഞാൻ ഡേറ്റ സെറ്റ് തയ്യാറാക്കുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആണെന്ന് ആഡ് ചെയ്യേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ HSN കോഡ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രോഡക്റ്റിൻ്റെ നെയിം അല്ലെങ്കിൽ പ്രോഡക്റ്റ് നെയിം അല്ലെങ്കിൽ അത് ആഡ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, സൈസ് ചാർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, പ്രോഡക്റ്റിൻ്റെ ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്, മാനുഫാക്ചർ ഡീറ്റെയിൽസ്. ഇത്തരം ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മീഷോയിൽ ഈസി ആയിട്ട് പ്രോഡക്റ്റ് സിമ്പിളായിട്ട് സെല് ചെയ്യാൻ പറ്റും. പിന്നെ മീഷോയിൽ ഒരു ടിപ്പ് അല്ലെങ്കിൽ ഒരു സീക്രട്ട് ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്, മീഷോയുടെ ആൽഗരിതം നന്നായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും 5 മുതൽ 10 പ്രോഡക്ട്സുകളെങ്കിലും മിനിമം ലിസ്റ്റ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഓർഡർ റിസീവ് ചെയ്യണമെങ്കിൽ 5 മുതൽ 10 പ്രോഡക്റ്റുകളെങ്കിലും ലിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ ടീഷർട്ടാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ M സൈസ് ഒരു 50 ക്വാണ്ടിറ്റി എങ്കിലും വച്ച് സെല്ല് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ 10 ക്വാണ്ടിറ്റിയാണ് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടാനോ ഓർഡേഴ്സ് റിസീവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ മാർക്കറ്റ് പ്ലേസുകളിൽ സെല്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 50 100 ക്വാണ്ടിറ്റീസ് ഒക്കെ വെച്ച് മാത്രം പ്രോഡക്റ്റ് എടുത്ത് സെല്ല് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയും ഈ പറയുന്ന ഡേറ്റ സെറ്റുകളും എല്ലാ ലിങ്കുകളും ഞാനാണെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻഡെപ്ത് പോയി നോക്കി ഒന്ന് അനലൈസ് ചെയ്ത് കാര്യങ്ങളൊന്ന് തിയററ്റിക്കലി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് മൊബൈൽ ഫോണിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലൂടെ നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതാണ്.